Hi students, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്റർ. ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്ററിന്റെ 2 പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ട് 3 ആണ്. ചെറിയൊരു ടോപ്പിക് മാത്രമാണ് ഇന്നത്തെ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സൊല്യൂബിലിറ്റി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമുക്ക് എന്താണ് സൊല്യൂബിലിറ്റി എന്ന് നോക്കാം. Solubility നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. It is the maximum amount of solute that can be dissolved in a specific amount of solvent at a particular temperature. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് സോൾവെന്റ് ഉണ്ടാവും. അതിൽ നമുക്ക് ഡിസോൾവ് ആക്കാൻ പറ്റിയ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, ആ ഒരു പാർട്ടിക്കുലർ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂബിലിറ്റി. ഞാൻ നിങ്ങൾക്കൊന്ന് പിക്ചറിൽ കാണിച്ചു തരാം സംഭവം. ഇപ്പൊ കൺസിഡർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിലൊരു ബീക്കർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബീക്കറിന്റെ അകത്ത് ഒരു സോൾവെന്റ്, ആ സോൾവെന്റ് ഞാൻ എടുത്തേക്കുന്നത് വാട്ടറാണ്. ഇതിലേക്ക് നിങ്ങൾ സൊല്യൂട്ട് ആയിട്ടുള്ള സോൾട്ട് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സോൾട്ട് സൊല്യൂഷൻ അതന്നെ. ഇപ്പോൾ സോൾവെന്റ് ഇവിടെ വാട്ടറാണ്, സൊല്യൂട്ട് ആരാണ്? സോൾട്ടാണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ കുറച്ച് എമൗണ്ട് സോൾട്ട് ആഡ് ചെയ്തു. സ്വാഭാവികമായിട്ടും ആ സോൾട്ട് വാട്ടറിൽ എന്ത് ചെയ്തു പോകും? ഡിസോൾവ് ചെയ്തു പോകുമല്ലേ. നിങ്ങൾ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അറ്റ് എ പാർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ നിങ്ങൾ എത്ര സോൾട്ട് ആഡ് ചെയ്താലും അത് ഈ വാട്ടറിൽ എന്ത് ചെയ്തു പോകില്ല? ഡിസോൾവ് ആയി പോകില്ല. അത് അൺഡിസോൾവ് ആയിട്ട് ഇങ്ങനെ ഇതിന്റെ താഴത്ത് ഇങ്ങനെ സെറ്റിൽ ആവും. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഈ പാർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടറിൽ ഡിസോൾവ് ആകാൻ പറ്റിയ സോൾട്ടിന് ഒരു എമൗണ്ട് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ എത്ര ആഡ് ചെയ്താലും അത് എന്ത് ഫോമിലേക്ക് മാറും? അൺഡിസോൾവ് ഫോമിലേക്ക് മാറും. അപ്പോൾ ഒരു സോൾവെന്റിൽ നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റിയ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊല്യൂബിലിറ്റി. ഇനി നമുക്ക് സൊല്യൂബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. മെയിൻ ആയിട്ട് സൊല്യൂബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സ് ആണ്. ആദ്യത്തെ ഫാക്ടർ ആണ് നേച്ചർ ഓഫ് സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചർ. രണ്ടാമത്തെ ഫാക്ടർ ആണ് ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഫാക്ടർ ആണ് പ്രഷർ. അപ്പോൾ ഈ മൂന്ന് പേരുമാണ് സൊല്യൂബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. ഇനി നമുക്ക് 2 ടൈപ്സ് ഓഫ് സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി എന്താണെന്ന് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ഒന്നാമത്തെ പാർട്ടിൽ 9 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് പറഞ്ഞായിരുന്നല്ലേ. അതിൽ 2 ടൈപ്പ് ആയിരുന്നു, സോളിഡ് ഇൻ ലിക്വിഡും ഗ്യാസ് ഇൻ ലിക്വിഡും. അതായത് ലിക്വിഡ് സൊല്യൂഷന്റെ അകത്ത് വരുന്ന 2 പാർട്ടായിരുന്നു സോളിഡ് ഇൻ ലിക്വിഡും ഗ്യാസ് ഇൻ ലിക്വിഡും. സോളിഡ് ഇൻ ലിക്വിഡിന്റെ മീനിങ് എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് സോളിഡ് ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സോൾവെന്റിലേക്ക് എന്ത് ആഡ് ചെയ്തു? ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ഈ 2 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന്റെയും സൊല്യൂബിലിറ്റി എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ 2 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന്റെയും സൊല്യൂബിലിറ്റിയും ഈ ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻ. ആദ്യം നമുക്ക് സോളിഡ് ആൻഡ് ലിക്വിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി എങ്ങനെയായിരിക്കും നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ പഠിച്ച 3 ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയായിരുന്നു? നേച്ചർ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, അതേപോലെ തന്നെ പ്രഷർ. ഇത് 3 നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം നേച്ചർ. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും നേച്ചർ. അതായത് എല്ലാ സൊല്യൂട്ടും എല്ലാ സോൾവെന്റ്സിനും ഡിസോൾവ് ആകില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളില് നമ്മൾ വാട്ടർ എന്ന് പറഞ്ഞ സോൾവെന്റിലേക്ക് എന്ത് ആഡ് ചെയ്തു? സോൾട്ട് എന്ന് പറഞ്ഞ സൊല്യൂട്ട് ആഡ് ചെയ്തല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ സോൾട്ട് അവർ ഡിസോൾവ് ആയി പോയി, വാട്ടറിൽ ഡിസോൾവ് ആയി പോയി. ഇൻ കേസ് ഞാൻ ആ വാട്ടറിന് പകരം എടുത്ത സോൾവെന്റ് ബെൻസീൻ ആണെന്ന് വിചാരിക്കാം.
അപ്പോൾ ഈ ബെൻസീനിലേക്കാണ് നിങ്ങൾ എന്ത് ആഡ് ചെയ്തത്? സോൾട്ട് ആഡ് ചെയ്തത്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ആ സോൾട്ട് ബെൻസീനിൽ ഡിസോൾവ് ചെയ്യില്ല. അതിന്റെ മീനിങ് ഇത്രേ ഉള്ളൂ, എല്ലാ സൊല്യൂട്ടും എല്ലാ സോൾവെന്റും എന്താവില്ല? സൊല്യൂബിൾ ആവില്ല. അപ്പോൾ ഏതൊക്കെ സോൾവെന്റ്സിലായിരിക്കും സൊല്യൂട്ട്സ് ഡിസോൾവ് ആവണത്? അത് നമുക്ക് കോമൺ ആയിട്ട് ഇങ്ങനെ പറയാം, പോളാർ സൊല്യൂട്ട്സ് ഡിസോൾവ്സ് ഇൻ പോളാർ സോൾവെന്റ്സ്. പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റ്സ് എന്ത് ചെയ്യും? ഡിസോൾവ് ആകും. സിമിലർലി നോൺ പോളാർ സൊല്യൂട്ട്സ് dissolves in non-polar solvents. Non-polar solutes എവിടെ ഡിസോൾവ് ആകും? non-polar solvents ഡിസോൾവ് ആകും. ഇനി എന്താണ് ഈ നോൺ പോളാർ പോളാർ എന്നൊക്കെ? നമ്മൾ ഓൾറെഡി ഇത് പ്ലസ് വൺ പഠിച്ചതാണ്. ചാർജ് ഉള്ള ആൾക്കാരെയാണ് പോളാർ എന്നും ചാർജ് ഇല്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ നോൺ പോളാർ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം, NaCl. അതൊരു പോളാർ സൊല്യൂട്ട് ആണ്. പോളാർ സോൾവെന്റ് എക്സാമ്പിൾ ആണ് വാട്ടർ. നോൺ പോളാർ സൊല്യൂട്ടിന് എക്സാമ്പിൾ ആണ് നാഫ്തലിൻ. സിമിലർലി നോൺ പോളാർ സോൾവെന്റ് എക്സാമ്പിൾ ആണ് ബെൻസീൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, NaCl എന്ന് പറഞ്ഞ സോൾട്ട് ആണല്ലേ, ഈ സോൾട്ട് എവിടെ ഡിസോൾവ് ആകും? വാട്ടറിൽ ഡിസോൾവ് ആകും. പക്ഷേ സോൾട്ട് ഒരിക്കലും എവിടെ ഡിസോൾവ് ആകില്ല? ബെൻസീനിൽ ഡിസോൾവ് ആകില്ല. കാരണം ഇത് പോളാറും മറ്റേ എന്താണ്? നോൺ പോളാറാ. സിമിലർലി നാഫ്തലിൻ എവിടെ ഡിസോൾവ് ആകും? ബെൻസീനിൽ ഡിസോൾവ് ആകും. പക്ഷെ നാഫ്തലിൻ ഒരിക്കലും എവിടെ ഡിസോൾവ് ആകില്ല? വാട്ടറിൽ ഡിസോൾവ് ആവില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ലൈക്ക് ഡിസോൾവ്സ് ഇൻ ലൈക്ക്. അതായത് പോളാറ് പോളാറിലും നോൺ പോളാറിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസോൾവ് ആകുള്ളൂ. അതാണ് നേച്ചറിനെ പറ്റി പറയുമ്പോൾ. ഇനി നമുക്ക് ടെമ്പറേച്ചറിനെ പറ്റി പറയാം. അതിനു മുമ്പ് നിങ്ങളിവിടെ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഏതൊക്കെയെന്ന് വെച്ചാൽ ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയം, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഈ 4 ടേംസ് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഡിസൊല്യൂഷനും ക്രിസ്റ്റലൈസേഷനും എന്താണെന്ന് നോക്കാം. അതിനുവേണ്ടി കൺസിഡർ ചെയ്യുക, എന്റെ കയ്യിൽ ഒരു സോൾവെന്റ് ഉണ്ട്. ആ സോൾവെന്റിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, AA. സിമിലർലി സൊല്യൂട്ട് ഉണ്ട്, അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് BB. ഇതാണ് അപ്പൊ എന്റെ സോൾവെന്റ്, ഇതാണ് എന്റെ സൊല്യൂട്ട്. രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടണത്? സൊല്യൂഷൻ കിട്ടണേ. അപ്പൊ എന്റെ സൊല്യൂഷന്റെ അകത്തുള്ള പാർട്ടിക്കിൾസ് എന്തായിരിക്കും? AB. ക്ലിയർ ആണല്ലോ? അതായത് എന്റെ ഒരു സോൾവെന്റ് ഉണ്ട്, ഞാൻ അതിനെ A എന്ന് വിളിച്ച്, സൊല്യൂട്ട് എന്തുണ്ട് അതിനെ B എന്ന് വിളിച്ച്, സൊല്യൂഷൻ എന്തായിരിക്കും? AB ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഞാൻ പറയുന്നതാണ്, ഈ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കുക. അതായത് ഫോർവേഡ് റിയാക്ഷനും ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷനും ഉണ്ട്. ഇനി ടേംസിലേക്ക് വരാം. ഡിസൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ ഇതിന്റെ അകത്തുള്ള ഫോർവേഡ് റിയാക്ഷൻ ആണ് എന്ത്? ഡിസൊല്യൂഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്താന്ന് വെച്ചാൽ ഈ റിയാക്ഷന്റെ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എന്ത്? ക്രിസ്റ്റലൈസേഷൻ. അപ്പൊ ഡിസൊല്യൂഷൻ എന്താന്ന് വെച്ചാൽ സോൾവെന്റും സൊല്യൂട്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൊല്യൂഷൻ കിട്ടും. അതായത് എയും ബിയും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? AB കിട്ടി. നേരെ മറിച്ച് ക്രിസ്റ്റലൈസേഷൻ എന്തായിരിക്കും? സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സൊല്യൂട്ടിനെയും സോൾവെന്റിനെയും കിട്ടി. അതായത് AB ആയിട്ടുള്ള സൊല്യൂഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? എനെയും ബിനെയും എന്ത് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അതാണ് ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ. ഇനി നമുക്ക് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ഞാൻ ഇങ്ങടുത്ത് പറഞ്ഞു, ഫോർവേഡ് റിയാക്ഷൻ നമുക്ക് എന്ത് പറയാം? ഡിസൊല്യൂഷൻ എന്നും ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് പറയാം? ക്രിസ്റ്റലൈസേഷൻ എന്നും പറയാല്ലേ. റേറ്റ് ഓഫ് ഡിസൊല്യൂഷനും സിമിലർലി റേറ്റ് ഓഫ് ക്രിസ്റ്റലൈസേഷനും ഈക്വൽ ആണെങ്കിൽ ആ ഒരു സ്റ്റേജിനെ നമുക്ക് എന്ത് പറയാം? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പോൾ എന്താണ് ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റേജ് where rate of dissolution becomes equal to rate of crystallization.
ഫോർവേഡിന്റെ റേറ്റും ബാക്ക്വേർഡിന്റെ റേറ്റും ഈക്വൽ ആവുന്ന ആ സ്റ്റേജ് ആണല്ലേ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫോർവേഡ് ആരാണ്? ഡിസൊല്യൂഷൻ ആണ്. ബാക്ക്വേർഡ് ആരാണ്? ക്രിസ്റ്റലൈസേഷൻ ആണ്. ആ സ്റ്റേജിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൈനാമിക് ഇക്വിലിബ്രിയം എന്ന് വിളിക്കാം. ഇനി എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നോക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ സൊല്യൂബിലിറ്റി പറഞ്ഞല്ലേ. എന്താണ് സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ? മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫിക് എമൗണ്ട് ഓഫ് സോൾവെന്റ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു സോൾവെന്റ് ഉണ്ട്, ആ സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റിയ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആയിരുന്നു എന്ത്? സൊല്യൂബിലിറ്റി. അങ്ങനെ ഡിസോൾവ് ചെയ്ത ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ സാച്ചുറേറ്റഡ് സൊല്യൂഷന്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം. ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ്. ആ സൊല്യൂഷനിലേക്ക് നമുക്ക് ഇനിയും എന്ത് ആഡ് ചെയ്യാൻ പറ്റില്ല? ഒരു ടൈപ്പ് ഓഫ് സൊല്യൂട്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ ആ ടേംസ് കൺഫ്യൂസിങ് ആയി പോരുത്. മറ്റേത് സൊല്യൂബിലിറ്റി ആണ്, ഇത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണ്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം മാക്സിമം എമൗണ്ട് ആഡ് ചെയ്തു, മനസ്സിലായോ? സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ആ മാക്സിമം എമൗണ്ട് ആഡ് ചെയ്ത ആ സൊല്യൂഷൻ, അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ ഇതാണ് 4 ടേംസ്: ഡിസൊല്യൂഷൻ, ക്രിസ്റ്റലൈസേഷൻ, ഡൈനാമിക് ഇക്വിലിബ്രിയം, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ഫാക്ടറിലേക്ക് വരാം, ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചറെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് നമ്മുടെ റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്നാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ റിയാക്ഷൻ എന്ന് എഴുതാം. ഞാൻ ഓൾറെഡി ഇത് ഒന്നാമത്തെ ഫാക്ടർ ഡിസ്കസ് ചെയ്ത് പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗിവ്സ് സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു നമ്മുടെ ഈ സിസ്റ്റം എന്തിനാണ്? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ. എ പ്ലസ് ബി ഗിവ്സ് എ ബി എന്ന് പറഞ്ഞിട്ട്. ഇനി നമുക്കറിയേണ്ടത് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ്. അപ്പൊ ചില സന്ദർഭങ്ങളിൽ ഈ റിയാക്ഷൻ എക്സോതെർമിക് ആവാം, ചില സന്ദർഭങ്ങളിൽ എന്താവാ? എൻഡോതെർമിക് ആവാം. അപ്പോൾ എക്സോതെർമിക് ആണെങ്കിൽ എവിടെയായിരിക്കും ഹീറ്റ് വരിക? പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും അല്ലെ ഹീറ്റ് വരിക. സിമിലർലി എൻഡോതെർമിക് ആണെങ്കിൽ എവിടെയായിരിക്കും ഹീറ്റ് വരിക? റിയാക്ടന്റ് സൈഡിലായിരിക്കും ഹീറ്റ് വരിക. അതായത് ഇങ്ങനെ വരും: സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് പ്ലസ് ഹീറ്റ് ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് സൊല്യൂഷൻ. ഓക്കെ, ഇത് നമുക്കറിയേണ്ടത് ഈ റിയാക്ഷൻ, അതായത് എക്സോതെർമിക് ആയിട്ടുള്ള ഒരു റിയാക്ഷന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി. ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുമ്പോൾ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കും സംഭവിക്കുക. നോക്കുക, ഹീറ്റ് ഇവിടെ ഉള്ളേ. സോ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂഷനിൽ നിന്ന് എന്ത് കിട്ടി നമുക്ക്? സൊല്യൂട്ടും കിട്ടി, സോൾവെന്റും കിട്ടി. അതായത് സൊല്യൂഷനിൽ നിന്ന് സോൾവെന്റും സൊല്യൂട്ടും എന്ത് ചെയ്തു പോയി? സെപ്പറേറ്റ് ചെയ്തു പോയല്ലേ. ഫോർവേഡ് റിയാക്ഷന്റെ മീനിങ് എന്താണ്? സൊല്യൂട്ടും സോൾവെന്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. അപ്പൊ ഫോർവേഡ് റിയാക്ഷനിലാണ് ആക്ച്വലി അവിടെ എന്ത് സംഭവിക്കുന്നത്? സൊല്യൂബിൾ ആകുന്നത് അല്ലേ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ത് സംഭവിക്കണേ? സെപ്പറേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേഷൻ. അതായത് അവിടെ സൊല്യൂബിലിറ്റി അവിടെ എന്ത് സംഭവിച്ചു? കുറഞ്ഞു. ഇനി എൻഡോതെർമിക് കേസ് പറയാം. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, അതായത് ഇത് എൻഡോതെർമിക് റിയാക്ഷൻ ആണല്ലേ, ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി. ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആലോചിച്ച് നോക്കുക, ഹീറ്റ് ഇവിടെ ഉള്ളേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയസ് പ്രിൻസിപ്പിൾ ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും അല്ലെ. എന്താണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? സൊല്യൂട്ടും സോൾവെന്റും കൂടി സൊല്യൂബിൾ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. അതായത് ഇവിടെ സൊല്യൂബിൾ ആവണ്ടല്ലേ, അതുകൊണ്ട് നമുക്ക് പറയാം സൊല്യൂബിലിറ്റി എന്ത് ചെയ്യുന്നു പറയാ? കൂടി. ഇവിടെ സൊല്യൂബിൾ ആവണ്ടായിരുന്ന ഇല്ല, ഇവിടെ സെപ്പറേഷൻ ആവുന്നില്ല, ബാക്ക്വേർഡ് ആവുന്നത്. ബാക്ക്വേർഡ് ആവുന്നത് സെപ്പറേഷൻ, സോ സൊല്യൂബിലിറ്റി എന്ത് ചെയ്ത് അവിടെ കുറഞ്ഞു. ഇവിടെ ഫോർവേഡ് ആവുന്നുണ്ട്, സൊല്യൂബിൾ ആവുന്നുണ്ട്, സോ നമുക്ക് എന്ത് പറയാ? സൊല്യൂബിലിറ്റി കൂടി എന്ന് പറയാം. സോ ടെമ്പറേച്ചറിന്റെ എഫക്ട് എന്താണെന്ന് വെച്ചാൽ എക്സോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കൂടും. ഇനി എക്സോയും എൻഡോയും നമുക്ക് ഡെൽറ്റ എച്ച് വഴി റെപ്രസെന്റ് ചെയ്യാം അല്ലേ. അതായത് ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? എക്സോ. സിമിലർലി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും?
എൻഡോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഇഫ് ദ റിയാക്ഷൻ ഹാസ് ഡെൽറ്റ എച്ച് പോസിറ്റീവ് വാല്യൂ ദെൻ സൊല്യൂബിലിറ്റി വിൽ ഇൻക്രീസ്. സിമിലർലി ഡെൽറ്റ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ്. ശ്രദ്ധിക്കണം, സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷന്റെ കേസാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷന്റെ സൊല്യൂബിലിറ്റി എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് നേരത്തെ എടുത്ത ആ 3 ഫാക്ടേഴ്സ് തന്നെ എടുക്കാം. നേച്ചർ, ടെമ്പറേച്ചർ, പ്രഷർ. ഇത് 3ന്റെ ഇൻഫ്ലുവൻസ് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് നേച്ചർ എടുക്കാം. നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. നമ്മൾ ഓൾറെഡി നേച്ചറിനെ കുറിച്ച് സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനിൽ ഡിസ്കസ് ചെയ്താണ്. അതായത് പോളാർ സൊല്യൂട്ട്സ് പോളാർ സോൾവെന്റ്സിലും നോൺ പോളാർ സൊല്യൂട്ട്സ് നോൺ പോളാർ സോൾവെന്റ്സിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡിസോൾവ് ചെയ്യുള്ളൂ. സെയിം കണ്ടീഷൻ തന്നെയാണ് ഇവിടെ. പോളാർ സൊല്യൂട്ട്സ് വിൽ ഡിസോൾവ് ഓൺലി ഇൻ പോളാർ സോൾവെന്റ്സ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ HCl എന്ന് പറഞ്ഞ ഗ്യാസ്, അതൊരു പോളാർ സൊല്യൂട്ട് ആണ്. ആ പോളാർ സൊല്യൂട്ട് എവിടെ ഡിസോൾവ് ആവും? വാട്ടർ എന്ന് പറഞ്ഞ സോൾവെന്റിൽ ഡിസോൾവ് ആവും. പക്ഷേ ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ ഇതെല്ലാം നോൺ പോളാർ സൊല്യൂട്ട്സ് ആണ്. ഈ നോൺ പോളാർ സൊല്യൂട്ട്സ് ഒന്നും എവിടെ ഡിസോൾവ് ആകില്ല? പോളാർ സോൾവെന്റ്സിൽ ഡിസോൾവ് ആകില്ല. പക്ഷേ ഇവിടെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്സിജൻ വളരെ ചെറിയ രീതിയിൽ ഡിസോൾവ് ആകും, വാട്ടറിൽ ഡിസോൾവ് ആകും. നമുക്കിങ്ങനെ പറയാം, HCl is highly soluble in water but oxygen is less soluble in water. റീസൺ എന്താണെന്ന് വെച്ചാൽ HCl അവിടെ എന്താണ്? പോളാർ ആണ്. ഓക്സിജൻ എന്താണ്? നോൺ പോളാർ ആണ്. അപ്പോൾ അതാണ് നേച്ചറിനെ കുറിച്ച് പറയുമ്പോൾ. ഇനി നമുക്ക് അടുത്തത് പ്രഷറിലേക്ക് വരാം. നേരത്തെ നമ്മൾ സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ് പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പ്രഷറിന്റെ എഫക്റ്റ് ഇങ്ങനെയാണ് ഡിസ്കസ് ചെയ്തത്. പ്രഷർ ഹാസ് നോ സിഗ്നിഫിക്കൻസ്. അതായത് സോളിഡ് ഇൻ ലിക്വിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിൽ പ്രഷറിന് യാതൊരു എഫക്റ്റും ഇല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ ആണല്ലേ. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷനിൽ പ്രഷറിന് എഫക്റ്റ് ഉണ്ടാകും. ഇനി എന്തായിരിക്കും പ്രഷറിന്റെ എഫക്റ്റ്? അതറിയാൻ വേണ്ടി ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് നമുക്ക് നോക്കാം. കൺസിഡർ ചെയ്യുക, എൻ്റെ കയ്യിൽ ഒരു ബീക്കർ ഉണ്ട്. ആ ബീക്കറിന്റെ താഴത്തായിട്ടാണ് എൻ്റെ സൊല്യൂഷൻ ഉള്ളത്. ഈ സൊല്യൂഷന്റെ പൊക്കത്തായിട്ട് എൻ്റെ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതാൻ ഇവിടെ എൻ്റെ ഈ ബോട്ടം ലെയറിലാണ് ഗ്യാസ് ഇൻ ലിക്വിഡ് ആയിട്ടുള്ള സൊല്യൂഷൻ, പൊക്കത്തായിട്ടാണ് എൻ്റെ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ഈ ബ്ലൂ കളറിലുള്ള ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെ ഡിസോൾവ് ആകും? നമ്മുടെ ഈ സൊല്യൂഷനിൽ വന്ന് ഡിസോൾവ് ആകും. ക്ലിയർ ആയോ? ഇനി എക്സ്പെരിമെന്റ് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, ഈ സിസ്റ്റം നിങ്ങൾ കൺസിഡർ ചെയ്യുക ഇത് എന്തിലാണെന്ന്? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണെന്ന് കൺസിഡർ ചെയ്യുക. ഡൈനാമിക് ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നിങ്ങളടുത്ത് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെ ഡിസോൾവ് ആകും? ഈ സൊല്യൂഷനിൽ വന്ന് ഡിസോൾവ് ആകണം. അതായത് ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെ എൻ്റർ ചെയ്യണേണ്? സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യണല്ലേ. സിമിലർലി ഈ സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഈ സൊല്യൂഷനിൽ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്യും. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുകയും ചെയ്യും, അതേപോലെ തന്നെ സൊല്യൂഷനിൽ നിന്ന് ലീവ് ചെയ്യുകയും ചെയ്യും. ആ രണ്ട് റേറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം എന്തിലാണെന്ന് പറയാം? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ സിസ്റ്റം എന്തിലാണ്? ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. അതായത് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യുന്ന റേറ്റും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ലീവ് ചെയ്യുന്ന റേറ്റും എന്താണ്? ഈക്വൽ ആണ്. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിവിടെ പഠിക്കേണ്ടത് പ്രഷറിന്റെ എഫക്റ്റ് ആണല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സിസ്റ്റത്തിലേക്ക് ഒരു പ്രഷർ അപ്ലൈ ചെയ്യണം. പ്രഷർ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് 2-3 വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പിസ്റ്റണാന്ന് വിചാരിക്കും. ഈ പൊക്കത്ത ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? താഴത്തേക്ക് മൂവ് ചെയ്യും അല്ലേ. താഴത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇതിലൂടെ ക്ലോസ് ആവും അല്ലേ. അപ്പോൾ നേരത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നേരത്തെ നമ്മുടെ ഈ സൊല്യൂഷന്റെ സർഫസിൽ നോക്കി ഇത്രയും മോളിക്യൂൾസ് അല്ലേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഈ മോളിക്യൂൾസ് അല്ലേ ഈ സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇതിലൂടെ അടുത്തടുത്താവും അല്ലേ. അടുത്തടുത്ത് വരുമ്പോൾ ഈ എല്ലാ പാർട്ടിക്കിൾസും എങ്ങാട്ടേക്ക് എൻ്റർ ചെയ്യാൻ നോക്കും?
സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കുമല്ലേ. അതായത് ഇവിടെ എന്ത് കൂടി എന്ന് പറയാം, നമുക്ക് സൊല്യൂബിലിറ്റി കൂടി എന്ന് പറയാം. കാരണം മോർ നമ്പർ ഓഫ് സൊല്യൂട്ട് ഇപ്പോൾ ഡിസോൾവ് ആകണല്ലേ. അപ്പോൾ എപ്പോഴാണ് ഈ സൊല്യൂബിലിറ്റി കൂടിയത്? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് കൂടി? സൊല്യൂബിലിറ്റി കൂടി. എങ്ങനെ മനസ്സിലായി? കാരണം പ്രഷർ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇതിലൂടെ ക്ലോസ് ആയി. അതുകൊണ്ട് ഈ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സൊല്യൂഷനിലേക്ക് എൻ്റർ ചെയ്യണ റേറ്റും എന്ത് ചെയ്ത്? കൂടി. അതായത് കൂടുതൽ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എവിടെ ഡിസോൾവ് ആയിപ്പോയി? നമ്മുടെ സൊല്യൂഷനിൽ ഡിസോൾവ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്രഷർ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്ത്? സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി. പ്രഷറും സൊല്യൂബിലിറ്റി എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ഹെൻറി. അതുകൊണ്ട് ഈ ലോനെ നമുക്ക് വിളിക്കാം എന്ത് ലോ എന്ന്? ഹെൻറീസ് ലോ. അപ്പൊ ഹെൻറീസ് ലോ പറയണ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട്. പ്രഷറും സൊല്യൂബിലിറ്റി എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഹെൻറീസ് ലോ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Solubility of a gas in liquid is directly proportional to partial pressure of the gas. അതായത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ S is directly proportional to P. S ആണ് നമ്മുടെ solubility, P ആണ് നമ്മുടെ partial pressure. ഇനി ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ solubility എന്ന് പറഞ്ഞ ടേം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഈ സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞ ടേം മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു ക്വാണ്ടിറ്റി എടുക്കുന്നതാണ്. അതാണ് കൈ. ഇതാണ് കൈ എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണല്ലേ. സോ സൊല്യൂബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുക ഇൻ ടേംസ് ഓഫ് മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ അല്ലെ. അതായത് എസിന് വരും കൈ വരുമ്പോ എന്താവും? കൈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P എന്നാവും. സോ നമുക്ക് തിരിച്ചു പറയാവുന്നത് P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. അപ്പോൾ ഹെൻറീസ് ലോന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മോൾ ഫ്രാക്ഷൻ. പാർഷ്യൽ പ്രഷർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. അതായത് P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ. ഇനി നമുക്കറിയാം, ഒരു ഇക്വേഷന്റെ അകത്ത് പ്രൊപ്പോർഷണാലിറ്റി സൈൻ വന്നാൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. സോ സെയിം തന്നെ ഇവിടെ അപ്ലൈ ചെയ്യാം. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് എടുക്കാം നമുക്ക്. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാവും, P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൻറീസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ, വേർ KH അതാണ് നമ്മുടെ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. അപ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് ഹെൻറീസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന്. ഇതാണ് P ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഇനി ഹെൻറീസ് ലോയില് ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട് നമുക്ക്. ഹെൻറീസ് ലോന്റെ ഗ്രാഫ് എന്തായിരിക്കും? നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് നോക്കി തന്നെ പറയാം, P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ആണല്ലേ. അതായത് ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒരു ലീനിയർ ആയിരിക്കും അല്ലെ. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഗ്രാഫ് വരക്കുക, എക്സ് ആക്സിസും വരച്ച് വൈ ആക്സിസും വരച്ച്. ഇനി P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ആണല്ലേ. സോ ഞാൻ വൈ ആക്സിസിൽ Pയും കൊടുത്ത് എക്സ് ആക്സിസിൽ കൈയും കൊടുത്ത്. ഡയറക്ട്ലി ആണല്ലേ പ്രൊപ്പോർഷണൽ. സോ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ലീനിയർ ആയിരിക്കും. സോ ഇതാണ് ഹെൻറീസ് ലോന്റെ ഗ്രാഫ്. അപ്പൊ ഹെൻറീസ് ലോ നിങ്ങൾ 3 കാര്യങ്ങൾ പഠിക്കണം. ഹെൻറീസ് ലോന്റെ ഡെഫിനിഷൻ, ഹെൻറീസ് ലോന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ, ഹെൻറീസ് ലോന്റെ ഗ്രാഫ്. ഇനി നമുക്ക് ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻസ് ഡിസ്കസ് ചെയ്യാം. മെയിൻ ആയിട്ട് 3 ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് ഇൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളിൽ യൂസ് ചെയ്യണത് ഏത് ലോയാണ്? ഹെൻറീസ് ലോയാണ്. അതിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതായത് ഇപ്പൊ 7up, കൊക്കക്കോള പോലത്തുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഫിസ് എന്ന് പറയുന്ന ശബ്ദം ഫീൽ ചെയ്യാലേ. ആക്ച്വലി നിങ്ങൾ തിങ്ക് ചെയ്തിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ ഒരു പാർട്ടിക്കുലർ ശബ്ദം വന്നതെന്ന്? അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ,
ആ സൊല്യൂഷന്റെ അകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗേഷ്യസ് ആയിട്ടുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പാർട്ടിക്കിൾ ശബ്ദം ഫീൽ ചെയ്യണത്. ഇനി എന്തുകൊണ്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോണത്? അവിടെയാണ് ആർക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്? ഹെൻറീസ് ലോക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ കയ്യിലുള്ള ബോട്ടിൽ, ഈ ബോട്ടിലിന്റെ അകത്ത് വാട്ടർ ആയിരിക്കും. ഈ വാട്ടറിലേക്കാണ് നമ്മൾ ആരെ കടത്തിവിടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിനെ കടത്തിവിടുന്നത്. ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു പോളാർ ആയിട്ടുള്ള സോൾവെന്റ് ആണ്. പക്ഷെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു നോൺ പോളാർ സൊല്യൂട്ട് ആണ്. നമുക്കറിയാം, പോളാർ സൊല്യൂട്ട് ആണ് എവിടെ ഡിസോൾവ് ആവുള്ളൂ? പോളാർ സോൾവെന്റ്സിൽ ഡിസോൾവ് ആവുള്ളൂ. നോൺ പോളാർ ഡിസോൾവ് ആവോ? ഇല്ല. പക്ഷേ നോൺ പോളാർ ഡിസോൾവ് ആകും എപ്പോൾ? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ. അതാണ് നമ്മൾ ഹെൻറീസ് ലോയിൽ പഠിച്ചതല്ലേ? പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് കടത്തി വിടും. എന്നിട്ട് ഇതിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് എവിടെ സൊല്യൂബിൾ ആവും? ഈ വാട്ടറിൽ സൊല്യൂബിൾ ആയി പോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ ബോട്ടിന്റെ അകത്ത് ഹൈ പ്രഷറിലുള്ള ആരമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ പെട്ടെന്ന് നമ്മൾ ഇത് ഓപ്പൺ ആക്കുമ്പോൾ പ്രഷർ അവിടെ കുറഞ്ഞു പോയല്ലേ? പ്രഷർ, അതായത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആയി പോയി. കാരണം ഓപ്പൺ ആക്കിയപ്പോൾ ഇതിന്റെ അകത്ത് ഹൈ പ്രഷർ ആയിരുന്നു. നമ്മുടെ ഈ ബോട്ടിന്റെ മൂടി ഓപ്പൺ ആക്കിയപ്പോൾ പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോയി. സോ അപ്പോൾ ഇവർ ഡിസോൾവ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് പുറത്തേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? എസ്കേപ്പ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അഫീസ് എന്ന് പറയുന്ന ശബ്ദം ഫീൽ ചെയ്തത്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്ത ലോ ഏതായിരുന്നു? ഹെൻറീസ് ലോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് വരാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നത് സ്ക്യൂബ ഡൈവേഴ്സിനെ കുറിച്ചാണ്. അതായത് സ്ക്യൂബ ഡൈവേഴ്സിന്റെ പുറത്തൊരു ടാങ്ക് ഉണ്ടാവൂലേ? ആ ടാങ്കിന്റെ അകത്ത് ബ്രീത്തിങ് ഗ്യാസ് ആയിരിക്കും. ബ്രീത്തിങ് ഗ്യാസ് മാത്രമല്ല ഉണ്ടാവുക, അതിലേക്ക് നമ്മൾ ഹീലിയം കൂടി ആഡ് ചെയ്യാറുണ്ട്. അതായത് ആ ടാങ്കിന്റെ അകത്ത് ഹീലിയം ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ഗ്യാസ് ആയിരിക്കും. ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഹീലിയം ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ ആണ് എന്തിലോ? ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ പറയുന്നത്. അതായത് സ്ക്യൂബ ഡൈവേഴ്സ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ നമുക്കറിയാം, താഴത്തേക്ക് പോകുന്തോറും പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നമുക്ക് പറയാം, സ്ക്യൂബ ഡൈവേഴ്സ് അണ്ടർ വാട്ടറിലേക്ക് പോകുമ്പോൾ താഴത്തേക്ക് പോകുന്തോറും പ്രഷർ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. പ്രഷർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തും കൂടും? സൊല്യൂബിലിറ്റിയും കൂടുമല്ലേ? താഴത്തേക്ക് പോകുമ്പോൾ പ്രഷർ കൂടുന്നതാണ്. സോ സൊല്യൂബിലിറ്റിയും കൂടും. സൊല്യൂബിലിറ്റി കൂടുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസ് പെട്ടെന്ന് ബ്ലഡില് സൊല്യൂബിൾ ആവും. പ്രഷർ കൂടുമ്പോൾ എന്ത് കൂടി? സൊല്യൂബിലിറ്റി കൂടി. സോ മോർ എമൗണ്ട് ഓഫ് ഗ്യാസ് വിൽ ബി soluble in blood. ബ്ലഡില് കൂടുതൽ എമൗണ്ട് ഗ്യാസസ് പെട്ടെന്ന് ഡിസോൾവ് ആവും. ഇനി ഈ താഴത്തുള്ള ആള് പെട്ടെന്ന് സർഫസിലേക്ക് വരുമ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കുമല്ലേ? അതായത് പ്രഷർ അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യും? കുറഞ്ഞു പോകും. നമുക്കറിയാം, പ്രഷർ കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തും കുറയും? സൊല്യൂബിലിറ്റിയും കുറയും. അതുകൊണ്ട് ഈ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ആപ്ലിക്കേഷനും പറഞ്ഞത്. നമ്മൾ മൂടി തുറക്കുമ്പോൾ പ്രഷർ കുറയും, പ്രഷർ കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും എന്ന് പറയല്ലേ? സെയിം കൺസെപ്റ്റ് തന്നെ ഇവിടെ. പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ്, അത് നൈട്രജൻ, ഇവനാണ് പ്രശ്നക്കാരൻ. ഈ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ബ്ലഡില് ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ബ്ലഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ബബിൾസ് ക്രിയേറ്റ് ചെയ്താൽ ബ്ലഡിന് കറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അതായത് ആലോചിക്കുക, ഇതൊരു സെല്ലാന്ന് വിചാരിക്കുക, ഇവിടെയാണ് ബബിൾസ് ഉള്ളത്, ബ്ലഡ് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യണേന്. ഈ ബബിൾസ് ഉള്ളത് കൊണ്ട് ഈ ബ്ലഡിന് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്ലോ ചെയ്യാൻ പറ്റില്ല.
ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ വിളിക്കുന്ന പേരാണെന്ത്? ബെൻഡ്. അല്ലെങ്കിൽ വേറൊരു പേര് കൂടി ഉണ്ട്, ഡീകംപ്രഷൻ സിക്നസ്. ഡീകംപ്രഷൻ സിക്നസ് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ബെൻഡ് എന്ന് പറയുന്നത്. ഈവൻ ചില സന്ദർഭങ്ങളിൽ ഡെത്ത് വരെ സംഭവിക്കാറുണ്ട്. ക്ലിയർ ആവുണ്ടോ? അതായത് പ്രഷർ കുറയുമ്പോൾ ഡിസോൾവ് ആയിട്ടുള്ള ഗ്യാസസ് പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ എസ്കേപ്പ് ചെയ്യുമ്പോൾ നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ബ്ലഡിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? ബബിൾസ് ക്രിയേറ്റ് ചെയ്യും. ആ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് ബെൻഡ്. ഈ ഒരു കണ്ടീഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ള ആ ബ്രീത്തിങ് ഗ്യാസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? ഹീലിയം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹീലിയം ആഡ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, ടു പ്രിവെന്റ് ബെൻഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ടു പ്രിവെന്റ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് ഇൻ ബ്ലഡ്. സോ അതാണ് നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ബെൻഡ് എന്ന് പറഞ്ഞ ആ മെഡിക്കൽ കണ്ടീഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് വരാം. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് പറയുന്നത് മൗണ്ടൈൻ ക്ലൈംബേഴ്സിനെ ബേസ് ചെയ്താണ്. അതായത് അറ്റ്മോസ്ഫിയറിക് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും, നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും പ്രഷർ കുറഞ്ഞു വരും. നേരത്തെ നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിൽ ഡിസ്കസ് ചെയ്ത അറ്റ്മോസ്ഫിയർ ലെവലിൽ നിന്ന് താഴത്തേക്കായിരുന്നല്ലേ. സോ താഴത്തേക്ക് പോകുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. നേരെ മറിച്ച് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ മൗണ്ടൈൻ ക്ലൈംബേഴ്സ് മുകളിലേക്ക് പോകും തോറും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. പ്രഷർ കുറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. സൊല്യൂബിലിറ്റി കുറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ ലഭിക്കില്ല. അതായത് നമുക്കറിയാം നമ്മുടെ ബ്ലഡിലാണ് ആക്ച്വലി ആര് ഡിസോൾവ് ആകുന്നത്? ഓക്സിജൻ ഡിസോൾവ് ആകുന്നത്. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. സോ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. സൊല്യൂബിലിറ്റി കുറയുമ്പോൾ ഈ ഓക്സിജൻ ബ്ലഡിന് ഡിസോൾവ് ആകണ എമൗണ്ട് എന്ത് ചെയ്യും? കുറയും. അതായത് ബ്ലഡിന് സഫീഷ്യന്റ് ആയിട്ടുള്ള എന്ത് കിട്ടില്ല? ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ ബ്ലഡിന് സഫീഷ്യന്റ് ആയിട്ടുള്ള ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് മര്യാദക്ക് ചിന്തിക്കാനുള്ള കഴിവൊന്നും കിട്ടില്ല. അതായത് നമ്മളിങ്ങനെ മന്ദിച്ച് നിൽക്കും. ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു മെഡിക്കൽ കണ്ടീഷൻ വിളിക്കുന്ന പേരാണ് അനോക്സിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ് അനോക്സിയ, ഓർത്തിരിക്കുക. അനോക്സിയ മെയിൻ ആയിട്ട് വരുന്നത് മൗണ്ടൈൻ ക്ലൈംബേഴ്സിനും അതേപോലെ തന്നെ ഹില്ലി റീജിയൻസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കായിരിക്കും. അപ്പോൾ നമ്മളോട് രണ്ട് മെഡിക്കൽ കണ്ടീഷൻസ് പഠിക്കുന്നുണ്ട്, ബെൻഡും അനോക്സിയും. ബെൻഡ് എന്താന്ന് വെച്ചാൽ സ്ക്യൂബ ഡൈവേഴ്സിനും, അനോക്സിയ ആയിരിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ മൗണ്ടൈൻ ക്ലൈംബേഴ്സിനും. സോ ഇത് മൂന്നുമാണ് നമ്മുടെ ഹെൻറീസ് ലോന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ഫാക്ടേഴ്സ് ആണെന്നല്ലേ ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയായിരുന്നു? നേച്ചറും പ്രഷറും. ഇനി നമുക്ക് മൂന്നാമത്തെ ഫാക്ടറിലേക്ക് വരാം, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടത് നമ്മുടെ റിയാക്ഷൻ എക്സോതെർമിക് ആണോ എൻഡോതെർമിക് ആണോ എന്ന്. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് മിക്ക കേസിലും സൊല്യൂഷൻ എക്സോതെർമിക് ആയിരിക്കും. അതായത് ഹീറ്റിനെ റിലീസ് ചെയ്യും. ഡെൽറ്റ എച്ചിന്റെ കാര്യം എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ഗിവ്സ് സൊല്യൂഷൻ. സൊല്യൂട്ട് നമ്മുടെ ഏത് ടൈപ്പ് മോളിക്യൂൾസ് ആയിരിക്കും? ഗേസിയസും. സോൾവെന്റ് ആരായിരിക്കും? ലിക്വിഡും. സൊല്യൂഷൻ ആരായിരിക്കും? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇനി ഞാൻ പറഞ്ഞ ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് സൊല്യൂഷൻസ് പൊതുവെ എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. അതായത് ഹീറ്റ് എപ്പോൾ എവിടെയായിരിക്കും വരാ? പ്രൊഡക്റ്റ് സൈഡിലായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കുക, സൊല്യൂട്ടും സോൾവെന്റ് കൂടി സൊല്യൂബിൾ ആകുമ്പോഴല്ലേ നമുക്ക് എന്ത് കിട്ടുക? സൊല്യൂഷൻ കിട്ടുക. അതായത് ഫോർവേഡ് റിയാക്ഷനിലാണ് ആക്ച്വലി അവിടെ എന്ത് നടക്കുന്നത്? സൊല്യൂബിലിറ്റി നടക്കുന്നത് അല്ലേ. അതായത് ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ച് ബാക്ക്വേർഡ് റിയാക്ഷന്റെ പ്രത്യേകത എന്താണ്? സൊല്യൂഷനിൽ നിന്ന് സൊല്യൂട്ടും സോൾവെന്റും സെപ്പറേറ്റ് ചെയ്ത് പോയി. അതായത് അവിടെ സൊല്യൂബിലിറ്റി എന്ത് ചെയ്ത്? ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഇനി ഈ സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഞാൻ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലേസ് പ്രിൻസിപ്പിൾ എന്തായിരിക്കും സംഭവിക്കുക? നോക്കാം, ടെമ്പറേച്ചർ എവിടെയാണല്ലേ. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് റിയാക്ഷൻ ആയിരിക്കും സംഭവിക്കുക? ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? അവിടെ കുറയും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പറയാം, ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും.
അപ്പോൾ ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? ടെമ്പറേച്ചർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സൊല്യൂബിലിറ്റി. അപ്പോൾ ഇതാണ് ടെമ്പറേച്ചറിന്റെയും സൊല്യൂബിലിറ്റിന്റെയും റിലേഷൻഷിപ്പ്. ഇനി കെഎച്ചും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. കെഎച്ചും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഇങ്ങനെ പറയാം, ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെഎച്ച്. കെഎച്ച് എന്തായിരുന്നു? ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പൊ ഹെൻറീസ് ലോ കോൺസ്റ്റന്റും ടെമ്പറേച്ചർ എങ്ങനെ പ്രൊപ്പോർഷണല്? ഡയറക്ട്ലി ആണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമുക്കറിയാം, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കുറയും? സൊല്യൂബിലിറ്റി കുറയും. ഇനി നമ്മൾ ഹെൻറീസ് ലോയിൽ ഒരു കാര്യം പഠിച്ചല്ലേ, എന്താണ്? പി ഈസ് ഈക്വൽ ടു കെഎച്ച് ഇൻറ്റു കൈ. അപ്പോൾ പി കോൺസ്റ്റന്റ് ആണെന്ന് വിചാരിക്കുക. പി കോൺസ്റ്റന്റ് ആണെങ്കിൽ കെഎച്ചും കൈ തമ്മിൽ എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് വരിക? കെ എച്ച് കൂടുമ്പോൾ സൊല്യൂബിലിറ്റി കൈ എന്ന് പറയുന്ന മോൾ ഫ്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. പി കോൺസ്റ്റന്റ് ആണെങ്കിൽ കെഎച്ച് കൂടുമ്പോൾ കൈ എന്ത് ചെയ്യും? കുറയും. നമുക്കറിയാം, കൈ എന്ന് പറയുന്നത് ആരുടെ മെഷറാണ്? ആക്ച്വലി സൊല്യൂബിലിറ്റിന്റെ മെഷർ അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ പറയാൻ പാടില്ലേ, കെഎച്ച് കൂടുമ്പോൾ സൊല്യൂബിലിറ്റി എന്ത് ചെയ്യും? കുറയും. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ടെമ്പറേച്ചർ കൂടുമ്പോഴും സൊല്യൂബിലിറ്റി കുറയും, കെഎച്ച് കൂടുമ്പോഴും സൊല്യൂബിലിറ്റി കുറയും. അങ്ങനെ നമുക്ക് പറയാൻ പാടില്ലേ, ടെമ്പറേച്ചറും കെഎച്ചും എങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പ് വരിക? ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കെഎച്ച്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ടെമ്പറേച്ചറും സൊല്യൂബിലിറ്റിയും ഇൻവേഴ്സ്ലി ആണ്. ടെമ്പറേച്ചറും ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് എങ്ങനെയാണ്? ഡയറക്ട്ലി ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സൊല്യൂബിലിറ്റി എന്നാണ്. രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസിന്റെ സൊല്യൂബിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പും സോളിഡ് ഇൻ ലിക്വിഡ് ടൈപ്പും. ഗ്യാസ് ഇൻ ലിക്വിഡ് ടൈപ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ വരുന്നൊരു ലോ, ഹെൻറീസ് ലോ, അതെന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിന്റെ ആപ്ലിക്കേഷനും പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ എല്ലാവരും അത് ട്രൈ ചെയ്യുക. അതിന്റെ ഉത്തരം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ